ചേട്ടാ, ഈ കേസിലേക്ക് ദിലീപ് എങ്ങനെയാണ് എത്തപ്പെട്ടതെന്നാണ് തോന്നുന്നത്? അതുപോലെ തന്നെ ഇതിന്റെ വസ്തുത എന്തായിരിക്കാം? ഇതിനകത്ത് വസ്തുത എന്താണെന്ന് നമുക്ക് പറയാൻ വേണ്ടി നമ്മളൊരു അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നുമല്ല. പക്ഷെ നമുക്ക് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ, സൂചനകൾ, ആ സൂചനകളുടെ പുറത്ത് അന്ന് അന്തരീക്ഷത്തിൽ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ പറയാം. പക്ഷെ ആ കഥ സത്യമാണോ, ആ കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി തെളിവുകളൊന്നുമില്ല. പക്ഷെ ആ അന്ന് അന്തരീക്ഷത്തിൽ കേട്ട ആ കഥ ഞാൻ പറയാം. ഈ കേസിനകത്ത് ദിലീപിനെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്കുള്ള ഗൂഢാലോചന നടക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ്. അതായത് ഈ പൾസർ സുനിയും സംഘവും ഈ പറയുന്ന നടിയെ ഈ തൃശ്ശൂരിൽ നിന്ന് ഈ കൊച്ചിയിലേക്ക് ഈ പറയുന്ന സിനിമയുടെ ഹണീബീന്റെ ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഹണീബീന്റെ ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നു. മാർട്ടിൻ, പൾസർ സുനി ഇവരൊക്കെ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് പീഡനമുണ്ടായി. അതിനുശേഷം ലാലിന്റെ വീടിന് മുന്നിൽ ഇറക്കി വിടുന്നു. ഈ കഥകളൊക്കെ 100% സത്യമാണ്. പക്ഷെ അത് ദിലീപ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന നിലയിലേക്കുള്ള കഥ ഉണ്ടാക്കുന്നതാണ് ഈ സ്റ്റോറിനകത്ത് ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നത് തുടങ്ങുന്നത്. അതായത് ഫെബ്രുവരിയിൽ 17 ഈ സംഭവം നടക്കുന്നു. ജൂൺ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനിടയിൽ നടന്ന ഈ 4 മാസം അല്ലെങ്കിൽ 3.25 മാസം നടന്നിട്ടുള്ള കഥയാണ്. അവിടെയാണ് അതിൻ്റെ ഗൂഢാലോചന സ്റ്റോറി ഇരിക്കുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന 2016 നവംബർ 25 ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. നമ്മളെല്ലാം തന്നെ കണ്ടിട്ടുള്ളതാണ്, ലൈവായിട്ട് തന്നെ നമുക്ക് ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. ഈ കല്യാണം നടക്കുന്നതോടുകൂടിയാണ് ഈ കേസിൻ്റെ അകത്ത് ഈ ദിലീപിന്റെ മുൻ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർക്കും ഈ ആക്രമിക്കപ്പെട്ട നടിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ദിലീപിനോടുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ. അതായത് ഇവർ 3 പേരും പാർട്ട്ണർഷിപ്പിനകത്ത് ഒരുപാട് സ്ഥലങ്ങളും അല്ലെങ്കിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിരുന്നു. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ കാവ്യക്കും കൂടി ഇതിന്റെ ഒരു ഷെയർ പോകും. ദിലീപ്, ഈ നടി, ഈ പറയുന്ന മഞ്ജു വാര്യർ, ഇവർ 3 പേരും മാത്രം ഉണ്ടായിരുന്ന ഒരുപാട് കഥകളാണ്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ. ഇതിൻ്റെ അകത്ത് കഥയിലേ ഉണ്ടായിരുന്നില്ലാത്ത ഈ പറയുന്ന കാവ്യയും കൂടെ വരുന്നതോടുകൂടി കാവ്യക്കും കൂടെ ഷെയർ പോകും. അങ്ങനെ ഷെയർ പോകുന്നതോടുകൂടി കാവ്യയെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക അല്ലെങ്കിൽ ദിലീപിട്ട് ഒരു പണി കൊടുക്കുക എന്ന് പറയുന്നത് ആ ഘട്ടം മുതൽ തന്നെ ഇവർ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ആലോചനയാണ്. ആ ആലോചനയുടെ ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ 2017 ഫെബ്രുവരി 17 ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഫെബ്രുവരി അവസാനമോ അല്ലെങ്കിൽ മാർച്ച് ആദ്യമോ ആണ് ഇതിനകത്ത് ദിലീപിനെ ഉൾപ്പെടുത്തണം എന്ന നിലയിലേക്ക് നേരിട്ടുള്ള കാര്യങ്ങൾ ടിഷ്യൂ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഈ പറയുന്ന ഫെബ്രുവരി 18 ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിനകത്ത് ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരാണ് എന്താണെന്നൊന്നും ആർക്കും മനസ്സിലായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൾസർ സുനിയും ആയിക്കോട്ടെ, ഈ പറയുന്ന മാർട്ടിനായിക്കോട്ടെ, ഇവരെല്ലാവരും എന്ന് പറയുന്നത് തനി ക്രിമിനൽസ് ആണ്. അവരെ വണ്ടി പിടിക്കുക, മറ്റേ നടിമാരെ ആക്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, കൊട്ടേഷൻ പണിയെടുക്കുക, പലിശയ്ക്ക് പണം കൊടുത്തതിൻ്റെ പണം മേടിച്ചു കൊടുക്കുക, അങ്ങനത്തെയുള്ള എല്ലാ സകലമാന ക്രിമിനൽ ജോലികളും ഏറ്റെടുത്ത് കൊട്ടേഷൻ പണികൾ ചെയ്യുന്ന സംഘമാണ്. ഇവർ നിരന്തരമായി മുമ്പും പല നടിമാരെയും ഇത്തരത്തിൽ ആക്രമിച്ച് പണം തട്ടിയിട്ടുണ്ട്. മലയാളത്തിലെ തന്നെ അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഒരു നടിയെ അവരുടെ എന്താ പറയുക, ഒരു ഹാഫ് നേക്കഡ് ഫോട്ടോ ഹിഡനായി എടുത്തു വെച്ചുകൊണ്ട് അവരുടെ ബെഡ്റൂമിൽ കടന്നു ഒരു നേക്കഡായിട്ടുള്ള ഫോട്ടോ എടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരുടെ അടുത്തുനിന്ന് നിന്ന നിപ്പിൽ തന്നെ 5 ലക്ഷം മേടിച്ച ഒരു കഥ. ആ കഥ നമുക്ക് നേരിട്ട് അറിയുന്നതാണ്. നടി ആരാണെന്ന് വ്യക്തമാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ തന്നെ ഈ നടിക്ക് ആ ഫോൺ ഉൾപ്പെടെ തിരിച്ചു കൊടുത്തുകൊണ്ട് 5 ലക്ഷം മേടിച്ച് അവർ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്, ഈ പറയുന്ന പൾസർ സുനി. അപ്പം ഈ പറയുന്ന മഞ്ജു വാര്യറും ഈ നടിയും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുകയും ഇതിനകത്തേക്ക് ഈ പറയുന്ന മഞ്ജു വാര്യറുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയെ ഉൾപ്പെടുത്തുകയും ശ്രീകുമാർ മേനോനും ഇവർക്കും ഇടയിലായിട്ട് പാലമായി അന്ന് ലിബർട്ടി ബഷീർ എന്നറിയപ്പെടുന്ന തലശ്ശേരിക്കാരനായിട്ടുള്ള ലിബർട്ടി ബഷീർ വരികയും ലിബർട്ടി ബഷീറും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യറും ഈ നടിയും ചേർന്നുകൊണ്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ബിനീഷ് കുടിയേരിയെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണുകയും കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയത്തിനകത്ത് ദിലീപിനെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ബി സന്ധ്യ IPS-നെ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തുകയും ബി സന്ധ്യയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്പിറൻസി തിയറി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ബി സന്ധ്യ ഇതുമായി ബന്ധപ്പെട്ട് ആ ടീമിലുള്ള എല്ലാവരോടും ദിലീപിനെ ഈ കേസിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ, ദിലീപിനെ ഇന്നത്തെ ഗൂഢാലോചനയിൽ പ്രതിയാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള തെളിവുകൾ നിർമ്മിക്കാൻ വേണ്ടി, ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുമാണ് ഒരു കഥയുള്ളത്. ഈ കഥ എത്രമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല.
ഇങ്ങനെ ഒരു കഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ബി സന്ധ്യ IPS ഉൾപ്പെടെ അന്ന് ആ കേസിന്റെ ഭാഗമായി നിന്ന പല ഉദ്യോഗസ്ഥർക്കും ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ടാക്കിയെന്ന്. അതായത് രാമലീല എന്ന് പറയുന്ന ചിത്രത്തിനകത്ത് ദിലീപ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാനാണ് അല്ല എന്നെ പ്രതിയാക്കണമെന്ന് ചിലർ കരുതിക്കുട്ടി തീരുമാനിച്ചതുപോലെ എന്ന് പറയുന്ന രീതിയിലേക്ക് അതേ രീതിയിലുള്ള ഒരു കോൺസ്പിറസി തിയറിയാണ് ഇതിനകത്ത്, ഗൂഢാലോചന തിയറിയാണ് ഇതിനകത്ത് നടന്നതെന്നാണ് അന്നത്തെ ഒരു കഥ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന കാക്കനാട് ജയിലിൽ കിടക്കുന്ന പൾസർ സുനിക്ക് അന്ന് ജയിലിൽ ചില ആൾക്കാരുമായിട്ട് ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ ഒരു പോലീസുകാരൻ തന്നെ കൊണ്ടു കൊടുത്ത CCTV ഫൂട്ടേജ് അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ ഉണ്ടായിരുന്ന ഫൂട്ടേജ് പിന്നീട് മായ്ക്കപ്പെട്ടുവെന്നും ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ട് നമുക്ക് നേരിട്ട് അറിയുന്നതാണ്. അതും തെളിവില്ല, ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമാണ്. ഇനി തെളിവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എടുത്തു കൊടുക്കാൻ തെളിവില്ല. അങ്ങനെ ഒരു കഥ അവിടെ. അങ്ങനെ പൾസർ സുനിയോട് ഈ ഇതിനകത്ത് നേരിട്ട് ദിലീപിനെ പങ്കാളിയാക്കാൻ വേണ്ടി ഒരു കത്തെഴുതണമെന്നും ആ കത്തിന് വേണ്ടിയിട്ടുള്ള ഇത് എന്താ പറയുക പേപ്പറുകൾ കൊടുക്കണം എന്നും ആ പേപ്പറുകൾ കൊടുത്ത പ്രകാരം ഈ ദിലീപിനെ ഈ കേസിൻ്റെ അകത്തൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കത്ത് പുറത്ത് ദിലീപിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും നിലയിലുള്ള ഗൂഢാലോചനകൾ അന്ന് നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപിനെ ഈ കേസിൻ്റെ അകത്ത് ദിലീപ് പ്രതിയാകും എന്ന് ദിലീപിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം, ദിലീപ് മുൻകൂർ ജാമ്യം എടുത്തിട്ടേ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു അല്ലേ? മുൻകൂർ ജാമ്യം എടുത്തിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ആരും ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. മലയാളത്തിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന ഒരു നടൻ, ജനപ്രിയ നടനായി നിൽക്കുന്ന വ്യക്തി, ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഈ പറയുന്ന ഈ എന്താ പറയുക ഈ കണ്ട ഈ മറ്റേ ചെറിയ കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന അവന്മാർക്ക് കൊടുത്തിട്ട് അത് വെച്ച് ചെയ്യിച്ചിട്ട് ഇതെങ്ങാനും പിടിക്കപ്പെട്ട് തൻ്റെ കരിയർ തന്നെ തീർന്നു എന്ന നിലയിലുള്ള ഒരു ബോധം അയാൾക്കില്ലേ? അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിൽക്കുമോ? എന്തെങ്കിലും നിൽക്കുമോ? എവിടെയെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനത്തെ ഒരു പൊട്ട കുത്തിക്ക് പോലും അങ്ങനെ നിൽക്കുമോ ആരെങ്കിലും? മാത്രമല്ല ഇന്നത്തെ ഈ വിധി വന്ന സമയത്ത് എല്ലാവരും പവർ ഓഫ് മണി, പൈസയുടെ പവറാണെന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇത്രത്തോളം നീണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു നാശത്തിന്റെ വക്കിലേക്ക് ഇദ്ദേഹത്തെ ചെന്ന് എത്തിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരില്ല. തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിന് പൈസ കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ട് ഈ കേസ് എന്നോ തേച്ചു മാറ്റി കളയാമായിരുന്നു. ഇതിനകത്തൊരു കാര്യമുണ്ട്, ഈ പറയുന്ന പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഈ പൾസർ സുനിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, പൾസർ സുനി എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. പൾസർ സുനിയുടെ ഓരോ പോസ്റ്റുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ പോസ്റ്റുകളിലെല്ലാം ഞങ്ങൾ കാണുന്നത് ആഡംബര വാഹനങ്ങൾ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനുകൾ, ഈ ഇവരൊന്നിച്ച് പുഴയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ബാർബിക്യൂ ഉണ്ടാക്കുന്നു, ഇതാക്കുന്നു, BMW ബെൻസും വലിയ വലിയ റേഞ്ച് റോവർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? ദിലീപ് കൊടുത്തതാണെന്നാണ് ഇന്ന് രാവിലെ ഒരു മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി പോകാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ ഇവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഇത്രയും ലക്ഷം രൂപ ഇവിടെ നിന്നാണ് പൾസർ സുനിക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയട്ടെ അടിമ, ഈ പൾസർ സുനിന്റെ ഇത്തരത്തിലുള്ള ഒരു ക്രൈം ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ചെന്നൈ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു സംഘം, ആ സംഘം ഈ പറയുന്ന പൾസർ സുനിയുടെ ക്രൈം ബാക്ക്ഗ്രൗണ്ട്, ആ ക്രൈം സെലിബ്രിറ്റി അല്ലെ, ക്രൈം സെലിബ്രിറ്റി ആയിട്ടുള്ള ആ പൾസർ സുനിയെ ഇങ്ങനെ ഒരു വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നു. അവർ പോയി പൾസർ സുനിയുടെ സംഘം പോയിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അന്നേരം പണം കിട്ടുന്നു. ആ നിലയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു സംഘം ഈ പറയുന്ന പൾസർ സുനിയെ ഉപയോഗിച്ചു. ആ സംഘമാണ് ഈ പൾസർ സുനിക്ക് വേണ്ടിയിട്ടുള്ള പണം എറിഞ്ഞത്. ആ സംഘമാണ്. പൾസർ സുനി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊച്ചിയിൽ നടന്നിട്ടുള്ള ആഡംബര വാഹനങ്ങൾ, ആഡംബര വില്ലുകൾ, ആഡംബര ഈ പറയുന്ന ഫ്ലാറ്റുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അത് പൾസർ സുനി ദിലീപ് കൊടുത്ത പണമെന്ന് വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നില്ല. ഈ പറയുന്ന തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു സംഘമാണ് ഇത് കൊടുത്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് അല്ലാതെ അവർ കൊടുത്തത് ഈ പറയുന്ന പൾസർ സുനിയുടെ ക്രൈം സെലിബ്രിറ്റി ആ സാധനം എടുത്തുകൊണ്ട് അവർക്ക് ഒരു മുൻനിര ഗുണ്ട കൂടെ ഉണ്ടെങ്കിൽ താനൊന്നും തന്നെ പേടിക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് പക്ഷക്കാരുണ്ട് ഇവിടെ. ഒരു ഗുണ്ടയെ നിർത്തി കളിക്കുക. അങ്ങനെ ഒരു ഗുണ്ട എന്ന നിലയിൽ ഈ ഇവന് വേണ്ടിയിട്ട് അവർ പണം ഇറക്കിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പൾസർ സുനിയായിട്ട് ഈ തൃശ്ശൂരിൽ നിന്ന് പൾസർ സുനിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലായിക്കോട്ടെ, അല്ലെ പൾസർ സുനിയായിട്ട് ജയിൽ പറയുന്ന നമ്മുടെ കോടതി വളപ്പിൽ വെച്ചായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒട്ടേറെ അവസരങ്ങളിൽ പൾസർ സുനിയായിട്ട് നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പൾസർ സുനിയായിട്ട്. എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അയാളുടെ അടുത്ത് നിന്നുള്ള ഒരു അന്വേഷണാത്മക മാധ്യമപ്രവർത്തന്റെ കുബുദ്ധിയോടുകൂടിയാണ് ഞാൻ സംസാരിച്ചത്. ആ ബുദ്ധിയോടുകൂടി സംസാരിക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ പൾസർ സുനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൾസർ സുനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കട്ടെ. മാത്രമല്ല പൾസർ സുനിയെ ആരൊക്കെയോ ചെയ്ത് കൃത്യമായി റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു പാവ എന്ന രീതിയിൽ പൾസർ സുനി ഇതിനകത്ത് പ്രവർത്തിച്ചു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഈ പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് കൊടുത്തുവിട്ടുള്ള കത്ത്, ആ കത്ത് ദിലീപിന്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ പോലും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് അന്തരീക്ഷത്തിൽ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിലൊന്നാണ് മഞ്ജു വാര്യരും നടിയും ശ്രീകുമാർ മേനോനും ലിബർട്ടി ബഷീറും ചേർന്ന ഈ പറയുന്ന ബിനീഷ് കോടിയേരി വഴി ഈ കോടിയേരി ബാലകൃഷ്ണൻ എത്തുകയും അന്ന് ബി സന്ധ്യ IPSനെ കേരളത്തിലെ ആദ്യത്തെ DGP ആക്കാം, വനിതാ DGP ആക്കാം എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് അവരെ കൊണ്ട് ഈ ഇതിലേക്ക് ദിലീപിനെ ഈ കേസിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദിലീപാണ് പ്രതി എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിലേക്ക് എത്തുന്ന ഒരു തിയറി ഉണ്ടാക്കി. ആ തിയറിക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഈ ചെയ്തത് എന്നാണ് അന്നത്തെ ഒരു കഥയുള്ളത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അന്ന് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ തെളിവുകൾ വെച്ചുകൊണ്ട് ഈ കേസിനെ പ്രോസിക്യൂഷൻ നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ ദിലീപിനെ 8ാം പ്രതിയാണ്, ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയ വ്യക്തിയാണ്, ഈ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയാണ് എന്നുള്ള ഇവരുടെ ആർഗ്യുമെന്റ്, ഈ 4000 പേജ് ഉണ്ടായിരുന്ന ആർഗ്യുമെന്റിനകത്ത് ദിലീപിനെ അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയാതെ പോയതും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.